അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടാപ്പ് തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നല്ല ബോഡിയുള്ള സ്ട്രോങ് ബോഡിയായിട്ടുള്ള ടാപ്പ് വാങ്ങുക. ഞാൻ ഫ്രീമാൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ആണ് വാങ്ങുന്നത്. ഇതിൽ വേറെ ടൈപ്പ്, പക്ഷെ ബോഡി എപ്പോഴും നല്ല ഫൈബർ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ബോഡിയാണ്. നമുക്ക് പെട്ടെന്ന് നിലത്ത് വീണാലും പ്രശ്നം വരരുത് എന്ന് കരുതിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലോക്കാണ്. അതായത് നമുക്ക് ടാപ്പ് വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് അമർത്തി കഴിഞ്ഞാൽ ലോക്കാവും. ഓട്ടോമാറ്റിക് ലോക്കാവുന്ന പരിപാടി ഇല്ല. ഇത് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് താഴത്തേക്ക് വരും. അത് എല്ലാ ടാപ്പുകളുള്ള പോലെ തന്നെ. ഈ ലോക്ക് തിരഞ്ഞെടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ടാപ്പിൽ നമ്മൾ ലോക്ക് അമർത്തി പിടിച്ചാലാണ് ഇത് എടുക്കാനും താഴത്തേക്ക് ആക്കാനും പറ്റുള്ളൂ. നമ്മൾ അത് റഫ്യൂസ് ആയതുകൊണ്ട് നമുക്കിത് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടാപ്പ് സെലക്ട് ചെയ്തത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേടിക്കുന്ന ടാപ്പിൻ്റെ ഈ തലയ്ക്കിൽ ഇതേപോലെ സ്റ്റീലിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ 3 റിവിറ്റ് ഉണ്ടാവും, ചിലതിൽ 4 റിവിറ്റ് ഉണ്ടാവും. ഈ 3 റിവിറ്റ് തൊട്ട് നോക്കി കഴിഞ്ഞാൽ പതിഞ്ഞിരിക്കുന്നതാണോ എന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എഡ്ജിൽ വന്ന് തട്ടി നിന്നിട്ട് ഈ റിവിറ്റിൻ്റെ കുറ്റി പൊട്ടിയിട്ട് ഇത് അങ്ങനെ തന്നെ പെട്ടെന്ന് ഡാമേജ് വരും. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും കാര്യങ്ങൾ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിപ്പോൾ 5 മീറ്ററിൻ്റെ ടാപ്പാണ് വാങ്ങിയിട്ടുള്ളത്. ടാപ്പ് വാങ്ങുമ്പോൾ ഇത് നമ്മൾ പരമാവധി പുറത്തേക്ക് വലിച്ചു നോക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ടാപ്പ് ഒരു 5 അടി കഴിഞ്ഞ് 6 അടി കഴിഞ്ഞാൽ ടൈറ്റ് വരും. അത് ടൈറ്റ് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധി വലിച്ചു നോക്കാൻ പറയുന്നത്. ഇതിപ്പോൾ 5 മീറ്ററിൻ്റെ ടാപ്പാണെങ്കിൽ തന്നെയും ഞാനിതേ പരമാവധി 5 മീറ്റർ വരെ എനിക്ക് വലിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ട, ചിലത് 5 മീറ്റർ വരെ വലിക്കാനായിട്ട് സാധിക്കില്ല, ലോക്കായിരിക്കും. പിന്നെ നമ്മൾ 5 മീറ്റർ വലിച്ചു കഴിഞ്ഞാൽ, 5 മീറ്റർ ഉപയോഗിക്കണം എന്ന് വിചാരിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കമ്പി പൊട്ടിയിട്ട് നമ്മുടെ ടാപ്പ് കംപ്ലൈൻ്റ് ആവും. ഇനി നമ്മൾ ഈ ടാപ്പ് ഞാൻ ലോക്കൊന്നും ആക്കിയിട്ടില്ല. ഇപ്പം ലോക്കാക്കി കഴിഞ്ഞാൽ ഇത് തിരിച്ച് പോവില്ല. കണ്ട, ഇത് ഞാൻ ലോക്ക് വിടിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇത് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. തിരിച്ചുള്ളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ സ്പീഡിൽ ഇതൊരിക്കലും തിരിച്ച് വരാൻ പാടില്ല. ടാപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ 3-4 ടാപ്പ് എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് വലിച്ചതിന് ശേഷം ഇത് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് ഇടിക്കും. പെട്ടെന്ന് വന്നിട്ട് ഈ ബോഡിയിൽ തട്ടി കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ഈ സ്റ്റീലിൻ്റെ ക്യാപ്പ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എഴുത്തുകളൊക്കെ ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഈ കാണുന്ന ഈ വരകളൊക്കെയാണ് ഇതിൻ്റെ അളവുകൾ എന്ന് പറയുന്നത്. അതിനും ക്ലാരിറ്റി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ടാപ്പ് ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെറിയൊരു കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് അളവ് അറിയുന്നത് കൊണ്ട് തന്നെ. പിന്നത്തെ കാര്യം, ടാപ്പ് മേടിക്കുമ്പോൾ ഒന്ന് ബാക്കിലേക്ക് തിരിച്ചിട്ട് ഈ ഭാഗത്ത് വല്ല ചുളുക്കുണ്ടോ എന്ന് നോക്കണം. അതായത് ചിലപ്പോൾ നമ്മൾ ടാപ്പ് മേടിക്കുമ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടാപ്പ് നമുക്ക് എടുത്ത് തരും. അപ്പോൾ ഈ ചിലപ്പോൾ മടക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മടക്കലൊക്കെ ഇരുന്നിട്ട് ആദ്യം ഇതിൻ്റെ വക്കുകൾ പൊട്ടും. എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാശമായി പോകും. ഇതിന് 100-120 രൂപ വിലയുണ്ട്. ആ 100-120 രൂപ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട അത്രയും വിലപ്പെട്ട ഒരു കാശാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും ടാപ്പ് മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങോട്ടും ഇളക്കും. പലരുടെയും വിചാരം ഇത് ലൂസായതാണ്, ഈ റിവിറ്റ് അടിച്ചത് ലൂസായത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് ചിലരുടെ ധാരണ. പക്ഷെ ഇതെല്ലാവർക്കും അറിയാം, 99% ആൾക്കാർക്ക് അറിയാം. ആ അറിയാത്ത 1% ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞു തരണേട്ടാ. അതായത് ഈ കാണുന്ന ഈ ക്യാപ്പില്ലേ, ഈ ക്യാപ്പിൻ്റെ ഈ എഡ്ജിൻ്റെ അളവ് എന്ന് പറയുന്നതാണ് 1 മില്ലി. ചിലപ്പോൾ 2 മില്ലി 3 മില്ലിയൊക്കെ വരുന്ന ടാപ്പുകളുണ്ട്. ആ അളവിനനുസരിച്ചിട്ട് ഇതിന് ഈ പട്ടയുടെ ഈ കടക്കിൽ ലൂസ് ഉണ്ടായിരിക്കും. കണ്ട, അതായത് നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഒരു ലൂസ് കണ്ടില്ലേ, അടഞ്ഞു. അത് ഈ കാനാണ്. ഈ കാനാണ് ഇവിടെ ലൂസ് ഇട്ടിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുത്തി പിടിച്ചിട്ട് അളവ് എടുക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ച് കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഉള്ളളവ് എടുക്കുന്നത് കുത്തി പിടിച്ചിട്ടായിരിക്കും 2 ഇഞ്ച് അളവ് എടുക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് പുറത്ത് കൊളത്തി പിടിച്ചിട്ട് 2 ഇഞ്ച് എടുക്കേണ്ടി വരും. എങ്ങനെ എടുത്താലും കൃത്യം 2 ഇഞ്ച് വരണം. ആ 2 ഇഞ്ച് വരുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പ്ലേറ്റിൻ്റെ ഈ കനാണ് ലൂസ് ഇട്ടിരിക്കുന്നത്. കുത്തി പിടിക്കുമ്പോൾ ഇത് ഇങ്ങോട്ടും, വലിച്ചു പിടിക്കുമ്പോൾ ഇതിൻ്റെ കനം ഇങ്ങോട്ടും തിരിച്ചും വരും. അതുകൊണ്ടാണ് ഇതിന് ആ ലൂസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കംപ്ലൈൻ്റ് അല്ല.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടാപ്പ് സ്വന്തമാക്കി എടുക്കാം, ദീർഘകാലം ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എത്ര കാലം ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത് ഇത്ര റഫ് യൂസ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എപ്പോഴും ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും. അപ്പൊ ടാപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് റിവേഴ്സ് അടിക്കാത്ത ഒരു മീഡിയത്തില് റിവേഴ്സ് വരുന്ന ടാപ്പുകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ തന്നെ സ്പീഡ് കൂടിയതുമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാം ടാപ്പ് ദീർഘകാലം കൊണ്ടു നടക്കാം. ഓക്കെ.